ശ്രീ ജോർജ് കുര്യൻ, താങ്കളുടെ മറുപടി. അതായത് ഈ തെരഞ്ഞെടുപ്പ് റാലികളിൽ അയോധ്യ ഒരു പ്രധാനപ്പെട്ട വിഷയമായി BJP എവിടെയും പറയുന്നില്ല. പക്ഷേ താങ്കൾ പറയുന്നത് അയോധ്യ ക്ഷേത്ര നിർമ്മാണം BJPക്ക് വോട്ടുകൾ നേടിത്തരുമെന്നാണ്. പിന്നെ ശ്രീ സന്തോഷ് ജോയ് പറഞ്ഞു, പച്ചക്കള്ളം പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നും, പക്ഷേ അങ്ങനെയല്ല എന്നാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടാകാത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഈ 10 വർഷക്കാലം മിസ് ചെയ്തതെന്ന് പ്രധാനമന്ത്രി പറയുന്നു. പക്ഷേ ഒരു ആരോഗ്യമുള്ള പ്രതിപക്ഷത്തെ നിലനിർത്താൻ പോകുന്ന ഒരു സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടേ ഇല്ല എന്ന് സന്തോഷ് ജോയിയെ പോലുള്ളവർ വിലയിരുത്തുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നുണപ്രചാരണം നടത്തുന്നു, ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു, ഒരു ഭാഗത്ത് നുണപ്രചാരണം നടത്തുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും BJP നേരിടുകയാണ്. അവിടെയാണ് അയോധ്യ പോലെയുള്ള വിഷയങ്ങൾ BJPക്ക് വോട്ട് നേടിത്തരുമെന്ന് താങ്കൾ അവകാശപ്പെടുന്നത്. BJP ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എന്ത് നടക്കുമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വടകരയിലെ ഇലക്ഷൻ. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. വടകരയിൽ നടന്നത് എന്താണ്? കേരളത്തിൽ അതുപോലെ ഒരു ഇലക്ഷൻ പ്രചരണം നടന്നിട്ടുണ്ടോ? ഗോപികൃഷ്ണനൊക്കെ വളരെ ആവേശം കൊണ്ട് കാണുമല്ലോ ആ പ്രചരണം കണ്ടിട്ട്. വേറൊന്ന്, ഞാൻ കുറച്ച് കള്ളങ്ങൾ പറയാം. ശ്രീ സന്തോഷ് ജോയി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ട് ജിഹാദ് അത് പറഞ്ഞത് മറിയമാണ്, ഖുർഷീദ് അലംഖാന്റെ ബന്ധുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി പ്രധാനമന്ത്രി പറഞ്ഞാൽ അത് കള്ളമാണ്. പാകിസ്ഥാന് ബോംബുണ്ട്, അവരിങ്ങോട്ട് കൊണ്ടുവന്ന് ഇടും, POKയെ പറ്റി പറയരുത് എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. അതുപോലെ തന്നെ ഈ എൻ്റെ ഇത് ദൈവനിയോഗമാണ്, എൻ്റെ പ്രധാനമന്ത്രി പദം ദൈവനിയോഗമാണ് എന്ന് ഇന്ത്യക്കാർ പറയുന്നൊരു ഭാഷയാണ്. ഞാൻ ഇവിടെ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ AK ബാലൻ പറഞ്ഞു ഈ പിണറായി വിജയൻ ദൈവത്തെ പോലെയാണ്, കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം അതൊരു കള്ളമാണ്. കാരണം അങ്ങനെ പറയാൻ പാടില്ല. ഇന്ത്യക്കാരൻ പറയുന്നത് പോലെ ഒരു കാരണവശാലും പറയാൻ പാടില്ല. പ്രധാനമന്ത്രി പറഞ്ഞതെല്ലാം തന്നെ ഭീന്ദ്രൻവാലയെ എങ്ങനെ ഇന്ദിരാഗാന്ധി വളർത്തിയോ അത് കണ്ടു വളർന്നവരാണ് നരേന്ദ്രമോദിയെ പോലെയുള്ളവർ. അതിൻ്റെ എന്തായിരുന്നു അതുകൊണ്ടുണ്ടായ പ്രത്യാഘാതം? ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു, ആ ഇന്ദിരാഗാന്ധിയെ തന്നെ. അന്ന് പ്രതിപക്ഷം ഇതുപോലെ കയറി ആക്രമിച്ചിരുന്നു എങ്കിൽ അതുണ്ടാവില്ലായിരുന്നു. രാഹുൽ ഗാന്ധി, ഇനി പറയട്ടെ, നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. BJP പറഞ്ഞ നേട്ടങ്ങളാണ്. അതിനു മുമ്പ് രാമജന്മഭൂമിയുടെ മയം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നു നേട്ടങ്ങൾ വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ സാധനമായിട്ട് വരുന്നത്, ജിത്തന ആബാദി ഉത്തന ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം മനസ്സിലായി, അതായത് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധിയുടെ രാമജന്മഭൂമി, അതുപോലെ തന്നെ ഷബാനോ കേസ്, ആ രീതിയിലാണ് സംഭവം വരുന്നത്. അപ്പൊ ഇന്ത്യയെ വീണ്ടും വിഭജിച്ചാലും വേണ്ടില്ല, ഒരു കഷ്ണത്തിന്റെ പ്രധാനമന്ത്രിയായാൽ മതി. അപ്പൊ രാഹുൽ ഗാന്ധി കോട്ടയത്ത് വന്ന് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടതാണ്. ഒരു രാജ്യം, ഒരു മതം, ഒരു ഭാഷ എന്നാണ് മോഡി പറയുന്നത്. അത് കള്ളമേ അല്ല, മോഡി പറയുന്ന കള്ളമാണ്. ബംഗാളിയോട് ബംഗാളിയിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് മോഡി പറയുന്നതെന്ന് കോട്ടയത്ത് എന്റെ നാട്ടിൽ നിന്ന് വന്ന് പ്രസംഗിച്ചതാണ്. സന്തോഷ് ജോയി കേട്ടിട്ടില്ലെന്നേ, അത് കള്ളമാണെന്ന് തോന്നുന്നില്ല. അതാണ് പത്രപ്രവർത്തനം. മോഡി പറയുന്നത് ഒരു കാര്യം പോലും കള്ളം പറഞ്ഞിട്ടില്ല, ഒരു കാര്യം പോലും മോഡി കള്ളം പറഞ്ഞിട്ടില്ല. ഇവര് പറഞ്ഞതിനെല്ലാം മറുപടിയാണ് പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്തെ വിഭജിച്ചത് ഇവരാണല്ലോ, അധികാരത്തിന് വേണ്ടിയായിരുന്നല്ലോ. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ. അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇവരുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടല്ലാതെ ഒരു പ്രസ്താവന ഗോപികൃഷ്ണ, സന്തോഷ് ജോയി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ ലജ്ജിക്കുകയാണ് സന്തോഷ് ജോയിയുടെ കാര്യത്തിൽ. കാരണം ഈ കോട്ടയത്ത് വന്നിട്ട് പച്ചക്കള്ളം, പിന്നെ വേറെ പറയുന്നത് അഗ്നിവീറിന്റെ കാര്യം പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റിന്റെ ആൾക്കാർ മുഴുവൻ നിങ്ങളുടെ ജാതിക്കാരാണല്ലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ ഒരു രാഹുൽ ഗാന്ധിയെ പരിശുദ്ധനാക്കിയിട്ട് കാണിച്ചിട്ട് മോഡി പറഞ്ഞു എന്നുകൊണ്ടാണ് പറയുന്നത്. ഒരു ഭാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു മതം ഒക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച, ജാതിയുടെ അടിസ്ഥാനത്തെ പട്ടാളത്തെ പോലും വിഭജിക്കാൻ ശ്രമിച്ച
ആ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് സന്തോഷ് ജോർജിയെ പോലെയുള്ള ഒരു പത്രപ്രവർത്തകൻ മോഡിയെ കള്ളനെന്ന് പറയുന്ന അവസരത്തിൽ ലജ്ജിക്കാനേ സഹതപിക്കാനേ സാധിക്കുകയുള്ളൂ. 10 വർഷം മുമ്പ് സന്തോഷ് ജോർജി പറഞ്ഞല്ലോ BJP വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭരണഘടന ഉണ്ടാവില്ല എന്ന്. ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് സന്തോഷ് ജോർജിയുടെ കൂടെ. എന്നിട്ട് എവിടെയാ ഭരണഘടന ഇല്ലാത്തത്? എന്തെങ്കിലും സംഭവിച്ചോ? സന്തോഷ് ജോർജി ഇങ്ങനെ പറയുന്നതിന് ആരെങ്കിലും തടഞ്ഞോ? നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞോ? 1951 ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതായത് 19 ആർട്ടിക്കിൾ 19(1) എടുത്തു കളഞ്ഞത് നെഹ്റുവാണ്, അല്ലാതെ BJPയുടെ ആരുമല്ല. 1963 വീണ്ടും മാറ്റം വന്നു ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ തന്നെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് MP-മാരും മറ്റുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലെ വാക്കുകൾ തന്നെ മാറ്റി. BJP അല്ല. ആ തിരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധി അതിനെതിരെ 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. BJP അല്ല. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഭരണഘടനയെ പിടിച്ചു തൂങ്ങുന്നത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യമാണ്, നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യമാണ്. പത്രപ്രവർത്തകൻ അതിൻ്റെതായിട്ടുള്ള ഒരു നിലവാരം വേണം. മോഡി എവിടെയെങ്കിലും കള്ളം പറഞ്ഞോ? കോൺഗ്രസ്സുകാർ പറയുന്നതിന് മറുപടിയാണ് കൊടുത്തത്. അത് ഇവിടെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ പറയും, ബംഗാളിൽ ചെല്ലുമ്പോൾ മമതയെ പറയും, തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ സ്റ്റാലിനെ പറയും. അതാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ പ്രയോഗങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പിൻവലിക്കുകയാണ് വേണ്ടത്. അത് ഉപയോഗിക്കരുത്. രാഹുൽ ഗാന്ധിയാണ് ശരി. അതിന് നൗഷാദ് മോദി പറഞ്ഞ പച്ചക്കള്ളം എന്താണ് എന്ന് കോൺഗ്രസ് ബോധ്യപ്പെട്ടത് നൗഷാദ് അലി പറയും. നൗഷാദ് അലി പറയും ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യക്കാര് പറയുന്നതാണ് അല്ലെ? AK ബാലനോട് ചോദിക്കൂ. ശരി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.